ഹലോ, നോമ്പ് തുറന്നു കഴിഞ്ഞ് ഈ ചപ്പാത്തിയും പത്തിരിയും പൂരിയൊക്കെ കഴിക്കുന്നതിന് പകരം പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് പരിപ്പും തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കറി ഒഴിച്ച് സൈഡിൽ കുറച്ചൊരു മത്തി പൊരിച്ചതും കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംതൃപ്തിയും റാഹത്തൊന്നും വേറെ ഒന്ന് കഴിച്ചാലും ചപ്പാത്തി പൂരി ഒന്നും കഴിച്ചാൽ കിട്ടില്ല കേട്ടോ. അതും ഈ കറിയെല്ലാം ഉമ്മേനെ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനൊന്ന് എത്ര ഇനി അടുപ്പിലല്ല കുക്കറിൽ വെച്ച് കഴിഞ്ഞാലും ഈ ടേസ്റ്റും രുചിയൊന്നും കിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഈ കടുകും ഉലുവയിട്ട് പൊട്ടിച്ചൊഴിക്കുന്ന ആ ഒരു സ്മെല്ല് നോമ്പുണ്ടെന്ന് തന്നെ മറന്നുപോകും. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ കേട്ടോ. കൂടെ ഉമ്മ അതിൻ്റെ കൂടെ ജീരകക്കഞ്ഞിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് നോമ്പ് തുറക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമോ? മുഴുവൻ കഴിക്കാൻ പറ്റില്ലെങ്കിലും മക്കളുണ്ടാകുമ്പോൾ ഇതൊക്കെ അങ്ങ് തീരും. അപ്പോൾ ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ചാനലിലുണ്ട്, വേണ്ടവർ പോയി കാണാം കേട്ടോ. കൂടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ ഈ വർഷത്തെ നോമ്പും ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും റാഹത്തായിട്ട് ഇതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. സോ ഇറ്റ്സ് മീ സജ്ന. അപ്പോൾ എന്നെ പോലെ ചോറ് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.